ഇതാ നിന്നെ കൊണ്ട് ഒരു വഴിക്ക് പോകാത്ത വിശന്ന് വെച്ചത് മനുഷ്യന്റെ അടപ്പളായി. അല്ല ഞാനിവിടെ ബിരിയാണി കഴിച്ചിട്ടില്ലേ. ഈയിടെ ഈ സമയത്ത് ഇനി ഊണുമില്ല ഒന്നുമില്ല, 3 മണി കഴിഞ്ഞ് ഇനി എന്തോ കഴിക്കാൻ പറ്റും? ഞാൻ അന്നേരം പറഞ്ഞ അവിടെ വെച്ച് എല്ലാം കഴിച്ചിട്ട് ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റം ഉണ്ട്. അതെന്തോ? നല്ല ചൂട് പഴംപൊരിയും ബീഫും. പിന്നെ കഴിച്ചിട്ടില്ല. അളിയാ സൂപ്പർ കോമ്പിനേഷൻ ഇല്ലേ ഇതൊക്കെ. നല്ല പഴംപൊരിക്കകത്ത് ഒരു ചെറിയ ബീഫിന്റെ പീസം കൊണ്ട് വെച്ചിട്ട് ആ ചാറിനകത്തൊരു മുക്ക് നോക്കി അങ്ങോട്ട് വെച്ചൊരു പിടുത്തം പിടിച്ചതിന്റെ പൊന്നെണ്ണാ. കട്ടക്കാപ്പി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. പക്ഷെ പഴംപൊരി ഒരു കടയിൽ നിന്നും ബീഫ് വേറെ കടയിൽ നിന്നെല്ലാം നമുക്ക് മേടിക്കാൻ പറ്റും. എടാ ഈ പഴംപൊരി ബീഫും കിട്ടുന്ന ഒരു കടയുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടും. എന്നാ പിന്നെ കാര്യം ചെയ്യാം, അവിടെ പോയി നമുക്ക് കഴിക്കാം. പക്ഷെ എനിക്ക് അവിടെ പോയിട്ട് പാത്രം കഴുകാനും വെള്ളം കോരാനും വയ്യ. പൈസ ഉണ്ടോ? അത് നീ മേടിക്കണ്ട. ഒരുത്തനെ കമ്പത്തി ഒരു 500 രൂപയും കൈ വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? അതുകൊണ്ട് നമുക്ക് നേരെ വിശ്വസിച്ച് വരാൻ പോടെ. ധൈര്യമായിട്ട് വാ. അങ്ങനെയാണെങ്കിൽ 500 രൂപ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഴംപൊരിയും ബീഫും കഴിക്കുന്നു. അപ്പൊ സെറ്റ്, നേരെ വണ്ടി അങ്ങോട്ട് വിട്. ഓക്കെ, അപ്പൊ നല്ല പഴംപൊരി ബീഫും കഴിച്ചിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, കേരള കഫേ. നമ്മുടെ അഞ്ചേന്ന് നമ്മുടെ ആയൂരോട്ട് പോകുന്ന വഴിക്ക് പെരിങ്ങള്ളൂർ എന്ന സ്ഥലം, അവിടെയാണ് ഈ കേരള കഫേ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം. ഇവിടെ നല്ല അപ്പം പഴംപൊരിക്കും ബീഫും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി അപ്പം നമ്മൾ ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പഴംപൊരി ഓക്കെ. വേറെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് ഇവിടെ? ഷവർമയുണ്ട്, ബർഗറുണ്ട്, മോമോസ് ഉണ്ട്, പിന്നെ സ്ട്രിപ്സ് ഉണ്ട്, സാൻഡ്വിച്ച്. ഇത് 11 മണി തൊട്ട് രാവിലെ 11 മണി തൊട്ട് വൈകിട്ട് രാത്രി 11:30 വരെ. രാത്രി 11:30 അത്ര സമയമുണ്ടല്ലേ? ഈ പഴംപൊരിയൊക്കെ എത്ര മണി മുതൽ നമ്മൾ പിന്നെ ഇവിടെ ഓപ്പൺ ആവുന്ന ആ സമയം മുതലുണ്ട്. ഉണ്ട്. ഇപ്പൊ രാവിലെ 11 മണിക്ക് വന്നാലും പഴംപൊരിയും ബീഫും എല്ലാം ഉണ്ട്. ഓക്കെ. ജ്യൂസ് ഐറ്റംസ് എല്ലാം, ജ്യൂസും അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ രാവിലെ 11 മണി മുതൽ രാത്രി 11:30 വരെയും ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനമുണ്ട്. അപ്പം നല്ല പഴംപൊരിയും ബീഫും വേണ്ടുന്നവർക്ക് നേരെ ഇവിടെ കേരള കഫേയിൽ ആയൂര് അല്ല 5 ആയു പോകുന്ന വഴിക്ക് പെരിങ്ങള്ളൂരാണ് ഈ സ്ഥലം. അവിടെ വരിക, നല്ല പഴംപൊരിയും ബീഫും കഴിക്കുക. ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. പഴംപൊരിയും ബീഫും എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പം ഇങ്ങനെ ഒരു പഴംപൊരി ചെറുതായിട്ടൊന്ന് മുറിക്കാം. നല്ല ചൂടാണ്. അതുകൊണ്ട് ബീഫിൻ്റെ ചെറിയ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഈ ചാറിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടാണ്. ഒരു ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. കേട്ടിട്ടുള്ളൂ. ചെറിയൊരു സവാളയും കൂടെ എൻ്റെ സവാള എടുത്ത് കഴിക്കണം അല്ലേ? സൂപ്പർ. നല്ല ചൂട് പഴംപൊരിയും ബീഫും അടിപൊളിയില്ലേ? ഒരു കഷ്ണം ബീഫ് ഇതിലോട്ട് പൊതിഞ്ഞൊരുട്ടപ്പിടി. സൂപ്പർ. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് സംഭവം അടിപൊളി കേട്ടോ, അടിപൊളി. നമ്മളിപ്പോൾ കേരള കഫേയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ വെറൈറ്റി കരിമ്പിൻ 100-ൽ പരം വ്യത്യസ്തമായ കരിമ്പിൻ ജ്യൂസാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാണിച്ചു കൊടുത്തത് 100-ൽ പരം കരിമ്പിൻ ജ്യൂസ്. എന്തുകൊണ്ട് അത് അടിപൊളിയായിരിക്കും അല്ലേ? 100-ൽ പരം ഉണ്ടല്ലേ? 100-ൽ പരം വ്യത്യസ്തമായ രുചികൾ. ഓക്കെ. സ്ഥാപനത്തിൻ്റെ പേര് കേരള കഫേ. ഇവിടെ റൂട്ടെന്ന് പറയുന്നത് 5 ആയൂർ റൂട്ടിൽ പെരിങ്ങള്ളൂരാണ്. ഓക്കെ. ഞങ്ങളിവിടുന്ന് ബീഫും പഴംപൊരിയും കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും വന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ടേസ്റ്റ് ചെയ്യുക. മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ്. 5 ആയൂർ റൂട്ടിൽ നല്ല വൈബുള്ള ഏരിയ ആണ്. വണ്ടിയൊക്കെ വന്ന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമെല്ലാം ഉണ്ട്. വലിയ റഷൊന്നുമില്ല.
വാ. അഞ്ചൽ ആയൂർ റൂട്ടിൽ പെരിങ്ങള്ളൂരിലാണ് ഈ സ്ഥാപനം. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളയുടെ കേരള കഫേ എന്ന സ്ഥാപനത്തിലാണ്. ഇതുകൂടാതെ ഫ്രൂട്ട്സ്, ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. നിങ്ങൾ പഴംപൊരി ബീഫ് കഴിക്കാനായിട്ട് വന്നാലെന്നോ? ഫസ്റ്റ് ടൈമാണോ കഴിച്ചിട്ടുണ്ടോ? അത് ഫസ്റ്റ് ടൈമാണ്. എങ്ങനെ അറിഞ്ഞ് വന്ന ഇവിടെ? സ്ഥലം ഇവിടെ തന്നെയാണോ? അതോ ഇവിടെ തന്നെ. ഞങ്ങൾ ഫസ്റ്റ് ടൈം കഴിക്കാനായിട്ട് വന്നേ. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് ബാക്കി പറയാം. കുഴപ്പമില്ല, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം പോകുന്നില്ല, അപ്പം പിന്നെ വീണ്ടും നമ്മൾ സ്ഥിരം റൂട്ട് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വരണ്ടല്ലേ. അതുകൂടാതെ ക്വാളിറ്റിയുള്ള എല്ലാത്തരം ഇറച്ചികളും ഇവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഷവർമ, ജ്യൂസ്, ഒരുവിധം ക്വാളിറ്റിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞു. എല്ലാ ദിവസവും രാവിലെ 11 മണി തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി 10 മണി വരെ ഉണ്ട്. ആളൊക്കെ ഉണ്ടെങ്കിൽ 10 മണി വരെ ഉണ്ട്. ആവശ്യക്കാർക്ക് നമ്പർ നോട്ട് ചെയ്തോ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ നിന്റെ കൂടെ വന്നൊരു ഉപകാരം എന്തോരം ഉണ്ടായി? ഇതുവരെ അടികൊള്ളാതെ ഒരു പരിപാടി ആദ്യമായിട്ടാണ്. ഞാനാ തിരിച്ച് പറയേണ്ടത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു സ്ഥലത്ത് പോയിട്ട് അടികൊള്ളാതെ ഫുഡ് കഴിച്ചിട്ട് വരുന്നത്. അതാ പറഞ്ഞത്. അതുപോലെ ഫുഡ് അടിപൊളിയായിരുന്നു. അല്ലേ? സ്പോട്ട് കാണിച്ചു വന്നേരാ. ഫുഡ് കാണിച്ചത് നീയാ? എന്നാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതാ പറഞ്ഞേ. അപ്പൊ ഇത് അറിയാത്ത ആൾക്കാർ ഒരുപാട് പേര് കാണും. അവർക്കെല്ലാം വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതെ, അഞ്ചൽ ആയൂർ റോട്ടില് പെരിങ്ങള്ളൂരാണ്. നല്ല അടിപൊളി ബീഫും നല്ല പഴംപൊരി. ചൂടല്ലേ അപ്പം ഇട്ടുള്ളത്? ചൂട് സാധനമായിട്ടാണ്. ചൂട് പഴംപൊരി. ഞങ്ങൾ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവിടെ. അത് നല്ല ഫ്രഷ് ആയിട്ടാണ് അവർ ഉണ്ടായിരുന്നത്. അതെ, അടുക്കളയെല്ലാം നല്ല നീറ്റാണ്. നമ്മൾ അകത്തെല്ലാം കയറി നമ്മൾ തള്ളോന്ന് വിചാരിക്കണ്ട, നിങ്ങൾ പോയി കാണുക, കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം പറയുക. അതെ, വീഡിയോ ഷെയർ ചെയ്യുക. എന്നിട്ട് ബീഫ്, ഇറച്ചി, അല്ല ഏതായാലും സാധനം അവിടെ എല്ലാ തരം ഇറച്ചികളും കിട്ടും. എല്ലാത്തരം ഇറച്ചികൾ കിട്ടും. അപ്പൊ ഈ പഴംപൊരി ഷെയർ ചെയ്തു. വേറെ സംഭവം ഉണ്ട്. 100-ൽ പരം വ്യത്യസ്തമായ കരിമ്പിൻ ജ്യൂസുകൾ കിട്ടും. എന്തുകൊണ്ട് 100 വ്യത്യസ്തം? എന്തോ കരിമ്പാകുന്നല്ലേ ഉള്ളൂ. കരിമ്പുള്ളൂ. അത് ജ്യൂസ് പല ടൈപ്സ് സാധനങ്ങൾ ഞങ്ങൾ നോക്കിയില്ല. 100-ൽ പരം വെറൈറ്റി കരിമ്പിൻ ജ്യൂസ് അവിടെ കിട്ടുന്നതാണ് അവിടെ വെച്ചേക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതുവഴി വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യും. അതെ, കരിമ്പിൻ ജ്യൂസ് എനിക്ക് സ്ഥലത്ത് ട്രൈ ചെയ്തില്ല. പഴംപൊരി ബീഫിനും വേണ്ടി മാത്രമാണ് പോയത്. സൂപ്പർ ഐറ്റം ആയിരുന്നു. കഴിച്ചവരുടെ അഭിപ്രായം നമ്മൾ ചോദിച്ചു. നല്ല സാധനമായിരുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ.